ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ബസുമതി റൈസ് ഒരു 1.5 കപ്പ് വെള്ളത്തിലിട്ടിട്ട് ഒരു അരമണിക്കൂറോളം കുതിരാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് അരി നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരിയുടെ ഇരട്ടി വെള്ളം, അതായത് 3 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിയിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം അരിയൊക്കെ നല്ലപോലെ കഴുകി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരിയുടെ ഇരട്ടി വെള്ളമായപ്പോൾ നമുക്കിത് പാകത്തിന് കറക്റ്റായിട്ട് വെന്ത് കിട്ടി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ, അതായത് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ബോൺലെസ് ചിക്കൻ ഇവിടെ ഒരു 400 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോൺലെസ് ചിക്കന് നമുക്ക് നല്ലപോലെ ഒന്ന് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൽ വേണ്ട മസാലകളൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂണ് നല്ലെണ്ണ, പിന്നെ 1 ടീസ്പൂണ് സോയാ സോസ്, പിന്നെ തൈര് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഞാനിവിടെ ഒരു 1.25 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്ക് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് പൊരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് നമുക്ക് സാധാരണ പോലെ വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചിക്കന് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചൂട് തട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിവിടെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളിത് പൊരിച്ചെടുത്താൽ മതി. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഇത് വെള്ളം ഒന്ന് വറ്റി വരുന്നവർ കൂടിയിട്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. ഒരു പാനിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിൽ 2 വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/4 കപ്പ് സബോള, പിന്നെ 1/4 കപ്പ് സ്പ്രിംഗ് ഒനിയൻ, 1/4 കപ്പ് കാബേജ്, പിന്നെ 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചതാണ്. പിന്നെ ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ചിക്കനിലൊക്കെ നമ്മൾ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് അധികം ഉപ്പ് ആവശ്യമില്ല. പിന്നെ ചോറ് വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം വെന്ത് പോവാണ്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക, ഓവർ കുക്കാവണ്ട. അതിലേക്ക് നമ്മളൊരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് അതിൻ്റെ ഒരു സൈഡിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അവിടെ നമ്മളൊരു മുട്ട ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കാം. അത് നമുക്ക് ഈ വെജിറ്റബിളിൽ കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം, ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ മുട്ട വെന്ത് വരുന്നുണ്ട്. വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് വെജിറ്റബിളിൻ്റെ കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. മുട്ട അധികം ആവശ്യമുള്ളവർക്ക് 2-3 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട എനിക്ക് അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്, ഇവിടെ കുട്ടികൾക്ക് അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മുട്ട 1 മാത്രം ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് വീണ്ടും നമ്മൾ 1 സ്പൂണ് സോയാ സോസ്, 1 ടേബിൾ ടീസ്പൂണാണ് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഇപ്പോൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിൻ്റെ മേലെ കുറച്ചും കൂടി സ്പ്രിംഗ് ഒനിയൻ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടേസ്റ്റി ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്.